കോട്ടക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ ഞാനല്ല. നീയല്ലേ? ഞാനായിരിക്കും. എടാ ബാബനാ, നീയല്ല നമ്മളെ ബാബനെ ചവിട്ടിച്ചാത്തിയത്. നീ അല്ലേ? അന്നാലും നിന്നെ നമ്മള് ചവിട്ടിച്ചാത്തും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തിനും പുറത്തു പോരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോവില്ല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ. താമ്പോ. ഹലോ, നീ ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ, നീ പിന്നെ എമിനോട് അമ്മയുടെ ഒന്ന് പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്ക്, ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി. ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ്. ഈശോയെ, മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാവുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട. ആരുടെ സഹായവും വേണ്ട. ഓണത്തിനടയിൽ അവരൊരു പൂട്ട് വെച്ചോളും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. അല്ല, എന്താ അത്? രോഗം പൂർണ്ണമായിട്ട് ഭേദമായാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ കാറിന്റെ അയ്യോ, തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന്? തേങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോടുകൂടി ഒരു തേങ്ങായ വന്നത്. ആനകറ മലയിലെ ആടുകറ മലയിലെ എന്തോ കേറി വരുന്നു. മാറിക്കോട്ടെ. തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക. വെട്ടി. അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലേ തേങ്ങ വീട്. അയ്യോ, ഓടിവായോ. പാവം തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണം ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് ഉടങ്ങിയതാ. വിമൻസ് കോളേജിൽ ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. റുക്ക വട്ടക്കേലിയെ ഖേദ് ഹേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ബീനയോട് തുറന്നു പറഞ്ഞു. ബീനയോടോ? അതെ, ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി. അതുപോട്ടെ, ഇന്നലെ നീ എവിടെയായിരുന്നു? അല്ല, സത്യം പറയാലോ, ഞാനും ബീനയും കൂടി ഒരു ഔട്ടിങ്ങിന് പോയിരുന്നു. ഔട്ടിങ്ങോ? ബീനയായിട്ടോ? അയ്യോടെ ചൊക്ക. ഞാനൊരാൾ ഇതിനകത്ത് ഇവിടെ നരയിക്കുന്നു. അപ്പൊ ഒരു ഔട്ടിങ് കഴിവേറി. അവൾക്ക് എന്നെ പറ്റി ഇപ്പോ ഭയങ്കര അഭിപ്രായമാ. നീ എന്നെ വഴക്ക് പറയരുത്. അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി എനിക്ക് സ്വല്പം ചീപ്പ് ആകേണ്ടി വന്നു. മനസ്സിലായില്ല. ഞാൻ സിനിമാ സ്റ്റൈലിൽ ഒരു പാട്ട് പാടി. സ്റ്റെപ്പൊന്നും അറിഞ്ഞുകൂടെങ്കിലും അല്പം ഡാൻസും ചെയ്തു. ഡാൻസ് ചെയ്യുന്നൊരു ചളക്ക്. ഡാൻസ് ചെയ്യാൻ നീ ആര്? മൈക്കിൾ ജാക്സനാ? കളിയാക്കാതെ. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ പാട്ടുപാടിയ ആ സ്റ്റൈൽ നിനക്ക് കേൾക്കണോ? എനിക്കൊരു പുല്ലും കേൾക്കണം. അത് പറ്റില്ല. നീ കേൾക്കണം. കേട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രകൃതി രമണീയമായ. എങ്ങനെയുണ്ട്? ഓ, നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് നിനക്ക് ഡാൻസും കോപ്പും ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നടാ? ഏതായാലും നിന്റെ കാര്യം പോക്ക. ഞാൻ എന്റെ ലൈഫെങ്കിലും ഭാസുരമാക്കട്ടെ. ഓവർ സ്മാർട്ട് ആവാതെ. വേണ്ടി വന്ന് നിന്നെ ഇതിനകത്ത് കയറ്റാൻ എനിക്ക് അറിയാമല്ലഞ്ഞിട്ടല്ല. നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന് ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പുല്ലുപോലെ ഇറങ്ങിപ്പോവും. കിടക്കോളാം എനിക്കകത്ത്. ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ യമുനെ എവിടുന്ന് മോചിപ്പിക്കാൻ വേണ്ടിയല്ലേ. സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും? മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിന് സിസ്റ്റർ കാണരുത്. ഒരു കലാകാരന്റെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. ഹലോ, വേഗം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. ഇനി ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടോ? ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട്, കൊടുക്കണം. ഒരു മിനിറ്റ്. എന്താ? കുഞ്ഞിരാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 5-6 കൊല്ലമായിരിക്കും. അതാണ് കുഴപ്പം. എന്ത് കുഴപ്പം? അല്ല, നല്ലൊരു കലാകാരന്റെ ജീവിതം
ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ. സാരമില്ല, ഞങ്ങളുടെ വിശ്വകലാ തിയേറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ചേട്ടന് വാങ്ങിച്ചു തരാം. എന്നാ പ്രഭാകരൻ സാറിനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. വരൂ സിസ്റ്റർ. എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ 3-ാം ഘട്ടം നമ്മൾ ആരംഭിക്കും. കൈയോട്. അപ്പൊ നമ്മൾ 4-ാം ഘട്ടത്തിൽ ആരെ പിടിക്കും? ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലു. എം ആകാശവാണി സംപ്രതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുത്തി വീണാഹ 32 കോടി പോയാഹ. നിന്റെ പേര് ജഡ്ജിങ് കമ്മിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? എടാ, നീ 3 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ച് ഒഴിച്ചാൽ നാടകത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് അവരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അല്ല, ഇവനത് എന്ത് പറ്റി? അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് ബക്കറ്റൻ ചേട്ടൻ വണ്ടി ഇറക്കി വിട്ടപ്പോ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട്. കുറ്റബോധം എന്നെ വേട്ടയായിരുന്നു പ്രഭാകര. എനിക്കും ഷോക്ക് വന്നതാ. ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല. നിനക്കിനി പ്രത്യേകിച്ച് വട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചേട്ടാ, ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഭ്രാന്തരായിട്ട് അഭിനയിക്കുകയല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം. ഭ്രാന്തൻ റോളിന് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം. അറം പറ്റിയല്ലോടാ മോനെ. ചേട്ടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാൻ അല്ലേ? പറഞ്ഞു കൊടുക്കണം പുല്ലേ. കണ്ടോ, വയലന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത്. പോരാത്തിന് ഡെയിലി 6 നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം. ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും? നല്ല കാര്യമായി പോയി. വിശ്വകലാ തിയേറ്റേഴ്സിന് അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് എത്ര കാശ് വേണം? പറ. 1000 രൂപയുണ്ട്, പിടിച്ചു. താങ്ക് യു. ദാനശീലത്തിൽ കർണന്റെ ചേട്ടനാണ് വക്കച്ചൻ ചേട്ടനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതൊന്നും സാരമില്ല. വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചോളാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ദേ, ഒരുമാതിരി ആസാക്കരുത്. 6 നേരം ഫ്രൂട്ട്സ് നിന്റെ അച്ഛനും മേടിച്ചോണ്ട് കൊടുക്കണ. എന്റെ അച്ഛന് ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാ മാപ്പിളോട് ചെന്ന് ഒലത്താൻ പോയത്? അത് ഒരു അബദ്ധം പറ്റി. അല്ല, അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും. എന്നാൽ അതല്ല കാര്യം. എടാ, ബക്കച്ചൻ ചേട്ടന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറിക്കോട്ടെ എന്ന് കരുതി ഞാനിട്ട ഒരു പരിപാടിയാ. യമുനയുടെ കാര്യം പുള്ളി അറിയാനും പാടില്ല. എടാ പോളെ, നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് പോടാ. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് അതെനിക്ക് കലക്കിത്ത. എടാ പരമത്തെണ്ടി, നിന്റെ ഒടുക്കലത്തെ ഒരു ഐഡിയ കാരണമാണ് ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത്. എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. പോടാ പോടാ. തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ? എന്ത് പറ്റി? സോപ്പ് തേച്ചൊന്ന് കുളിച്ചു നോക്ക്. പോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും? വലിയ ഹീറോ. അവര് പുറത്തു തന്നെയുണ്ട്. നീ എന്ത് ചെയ്യും? അടിയിലെങ്ങനെ ഇതുണ്ട്. ഭരണങ്ങാനത്തൊന്നും വരുന്നല്ലേ? ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകി പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്താ ഈ കർച്ചിക്ക് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട. റെസ്റ്റ് എടുത്തോളൂ. ഡേ, റൂം നമ്പർ 34ലേക്ക് വെക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ്
അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ ആ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മോന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാം. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം. പിക്കല്ലടാ. നീയാണ് കുറ്റവാളി നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ. സാറിനും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിവിടെ പിന്നെ എന്തൊരു കഷ്ടമാണ് ഈശ്വര. നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്, ദേ ഇപ്പൊ എന്റെ പൊന്ന്, എന്താ പേര്? കുഞ്ഞിരാമൻ ചേട്ടാ. രോഗിയാണോ? അല്ല, പേഷ്യന്റ് ആണോ? അറ്റൻഡറാണ്. ആരായാലും വിരോധമില്ല. പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രഭാകരനും പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറും സൂക്ഷിക്കണം. ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആ ആരാ വന്നിരിക്കുന്നു? പോളെ, ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടനും അനിയൻ, അവരെ കാണാൻ വരുന്ന, ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ, ആ രംഗമാണ് എനിക്ക് പോകുന്നത് വരുന്നത്. ഓ, തുടങ്ങിയില്ല സിസ്റ്റം. അവർക്ക് എപ്പോ നോക്കിയാലും ഞാൻ തന്നെ അടുത്ത് വേണം. എന്നാ താനെ ചെല്ല് പോ. പ്രഭാകരന് അസുഖമെന്ന് പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്. എന്റെ പൊന്ന് പൂച്ചാക്കലെ, ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ട് ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങളിപ്പോ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചാടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടക നടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ. ഇളിക്കണ്ട. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന് അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പിലായി. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ചോടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീനെ വിചാരിച്ചാ പോരെ. ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? ഇങ്ങനെ കുത്തി ഒരു ഐഡിയ കൊടുത്തിട്ടില്ല. അവസാനം ഈ ഗതിയിലായത് പറയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇങ്ങ് വന്നേ. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞുതരൂ. ആ കുത്തിക്ക് കളിക്കാം.